തമിഴ്നാട്ടിൽ TVKക്ക് ഒരു ചെറിയ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പം സത്യത്തിൽ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ADMK അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. DMK എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ കേഡർ സ്ട്രെങ്ത് കൊണ്ടും ലീഡർഷിപ്പ് സ്ട്രെങ്ത് കൊണ്ടും അതിപ്പോഴും സ്ട്രോങ് ആണ് അവിടെ. കോൺഗ്രസിന് സാധാരണഗതിയിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അവർ ആലോചിക്കുകയാണ് അവിടുത്തെ നാഷണൽ ലെവലിലല്ല. നാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്നില്ല അതിന് ട്രാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു തോന്നലുണ്ട്, ഇപ്പോൾ TVKയുടെ കൂടെ കൂടിയാലോ നമുക്ക് DMK തോൽപ്പിക്കാം. ആരെയാണ് ഇവർ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് ഇവർ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? ഈ തോന്നല്, ഈ സൂത്രപ്പണി കൊണ്ട് കോൺഗ്രസ് അതിൻ്റെതായ സ്ട്രെങ്ത് ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളെ അല്ല. കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു റിഫ്ലക്ഷനാണ്. പക്ഷെ അതേസമയം കോൺഗ്രസ് പല സ്ഥലങ്ങളും അതിൻ്റെ തന്നെ നിലപാടുകൾ കൊണ്ട് ദുർബലപ്പെട്ടു പോയി എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. കോൺഗ്രസ് അതിൽ തന്നെ സ്ട്രെങ്തൻ ആകാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ പാർട്ടി അത് ചെയ്യും. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ RSS BJPക്കെതിരെ ഒരു യൂണിഫൈഡ് പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടതും ഇപ്പം RJDക്ക് ബീഹാറിൽ ലീഡർഷിപ്പ് കൊടുക്കുകയും ഞങ്ങൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നു കഴിയുമ്പോൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നത് ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. തമിഴ്നാട്ടിൽ പണ്ട് MGRും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അങ്ങനെയായിരുന്നു. ലോക്സഭയിലേക്ക് കോൺഗ്രസ് കൂടുതൽ സ്ഥാനാർത്ഥികൾ കൂടുതൽ മത്സരിക്കും, പക്ഷേ അസംബ്ലിയിലേക്ക് ADMK സ്ഥാനാർത്ഥികൾ കൂടുതൽ മത്സരിക്കും.